അമേരിക്ക സമാധാനം കാംക്ഷിക്കുന്നുവെങ്കിൽ പോലും ഇസ്രയേലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള വ്യാപകമായ ഒരു വിമർശനം കൂടി ഉയരുന്ന പശ്ചാത്തലമുണ്ട്. ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലമൊക്കെ ഇറാനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ ആക്രമണം ഉണ്ടായപ്പോൾ ഇറാനൊപ്പം നിന്ന രാജ്യങ്ങളൊന്നാണ് ലെബനോൻ. ഹിസ്ബുള്ളയുടെ വലിയ പിന്തുണ ഇറാനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാന്റെ കരാറിലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഈ ലെബനനടക്കം ആക്രമിക്കരുത് എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അമേരിക്കയല്ല, ഇസ്രയേലാണ് ലെബനെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക വല്ലാതെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനമാണ്. അതേസമയം ലെബനിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ടും ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഹോർമുസിൽ ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ടോൾ അടക്കം ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മറ്റൊന്ന്, ഇറാന്റെ ആക്രമണം ഇന്നലെയും തുടർന്നു ഗൾഫ് രാജ്യങ്ങളിൽ എന്നുള്ള നിർണായകമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സൗദിയുടെ എണ്ണ പൈപ്പ് ലൈൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. UAE, സൗദി, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് എന്നിവിടങ്ങളിലെല്ലാം ഇറാൻ ആക്രമണം നടത്തിയെന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. സൗദിയുടെ തന്ത്രപ്രധാനമായ കിഴക്ക് പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിന് നേരെ ആക്രമണമുണ്ടായി. സൗദിയുടെ കിഴക്കൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളിൽ ആക്രമണം സംഭവിച്ചു. വലിയ എണ്ണപ്പാടങ്ങളാണ് ഇത്. തകരാറുകൾ പൈപ്പ് ലൈനുകൾക്ക് സംഭവിച്ചു എന്നുള്ള വിവരമുണ്ട്. നിരവധി ഡ്രോണുകൾ ഈ മേഖലയിലേക്ക് വരികയും മറ്റും ചെയ്തു. അത് തടഞ്ഞുവെന്നാണ് സൗദി പറയുന്നത്. 9ഓളം ഡ്രോണുകൾ ആക്രമണം നടത്തിയെന്നുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിവരം പുറത്തു വരുന്നുണ്ട്. അബുദാബിയിലെ ഹബ്ഷാൻ വാതക പ്ലാന്റിൽ മിസൈൽ ആക്രമണത്തിൽ തീ പടർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. UAE പൗരന്മാർക്കും ഇന്ത്യക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. വാതക പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്നുണ്ട്. 17ഓളം ബലിസ്റ്റിക് മിസൈലുകളും 35 ഡ്രോണുകളും UAEക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇതിപ്പോ അജയ്, ഈ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന രീതി ഇറാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറുകയാണ്. മേഖലയിൽ സമാധാനമുടൻ ഉണ്ടാകില്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ബഹ്റൈനിൽ ഈ ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തിന് മറുപടി വീണ്ടും ഗൾഫിലാണ്. രഞ്ജിത്ത്, നമുക്ക് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു ആശ്വസിക്കാം. കാരണം ഈ ആക്രമണങ്ങളെല്ലാം ഇന്നലെ ഉണ്ടായതാണ്. ഇന്നലെ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങളൊക്കെ നിലനിന്നിരുന്നു. അവിടെയുള്ള എല്ലാ വിഭാഗം സൈന്യത്തിനും നിർദ്ദേശങ്ങൾ എത്താനായിട്ട് ചില കാലതാമസം നേരിട്ടിരുന്നു. അതായത് ഇപ്പോൾ IRGC മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സൈനിക വിഭാഗങ്ങളെന്ന് പറയുന്നത്. ഇറാനുള്ളിൽ നിരവധി സൈനിക വിഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ കരാറിന്റെ വിവരങ്ങൾ എത്തി ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ അത് കുറച്ച് സമയമെടുത്തു. ഇതിന്റെ ഭാഗമായി ഇറാനുള്ളിലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനുള്ളിലെ ഒരു എണ്ണ ശുദ്ധീകരണശാല ഉൾപ്പെടെ ആക്രമണത്തിന് വിധേയമാകുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ആദ്യഘട്ടത്തിൽ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ആക്രമണങ്ങൾ സജീവമായി തന്നെ നടന്നിരുന്നു. മേഖലയിൽ പല ഭാഗത്തും സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ഈ മണിക്കൂറുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴൊരു 6 മണിക്കൂർ സമയത്തെ ഒരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. പല രാജ്യങ്ങളും, ഒമാനടക്കം പല രാജ്യങ്ങളും ഫ്ലൈറ്റ് സർവീസ് അടക്കം പുനഃസ്ഥാപിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ എയർ സ്പേസിൽ പല മേഖലകളിലും ഫ്ലൈറ്റുകൾക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോഴതെല്ലാം പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഏറ്റവും വലിയ ഒരു തീപിടുത്തമുണ്ടായത് ഇന്നലെ ബഹ്റൈനിലാണ്. അവിടെ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ ബഹ്റൈൻ്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ അപലപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും ഒരു ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും. ഒപ്പം ഈ സമാധാന ചർച്ചകൾ അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശനിയാഴ്ചയോട് കൂടി സമാധാന ചർച്ച, ഒരുപക്ഷെ ഈ ആഴ്ച അവസാനം തന്നെ സംഭവിച്ചേക്കാം എന്നുള്ളതാണ്. JD വാൻസ് ആണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടെ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും മറ്റും ചെയ്യുക. അത് വൈറ്റ് ഹൗസ് ആ വിഷയം പങ്കുവച്ചിട്ടുണ്ട്. വാൻസിനൊപ്പം അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരും ചർച്ചകളിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ചകളുടെ ആദ്യഘട്ടം ശനിയാഴ്ച രാവിലെ ഇസ്ലാമാബാദിൽ ആരംഭിക്കുമെന്നാണ് വാർത്താ സമ്മേളനത്തിൽ കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സമാധാന ചർച്ചകൾക്ക് പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് ചില മുന്നറിയിപ്പുകൾ, രണ്ട് കൂട്ടരുടെ മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ അജയ്. കാരണം ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇറാന്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും ഒരു യുദ്ധമുഖം തുറക്കുമെന്നും.
ഇപ്പോൾ ഈയൊരു നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം ഈ ചർച്ചകൾ ആരംഭിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച മുതലാണ്. ഇസ്ലാമാബാദിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജാരഡ് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫുമാണ്. ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് US-ന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസുമാണ്. JD വാൻസ് ഇതിനോടകം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു US-ന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചു എന്ന്. ഇപ്പോൾ എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ഇസ്ലാമാബാദിൽ വെച്ച് ഈ ചർച്ചകൾ തുടരും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. എന്തായാലും ഈ വെടിനിർത്തൽ കരാറിന്റെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലംഘനം അത് ഇറാൻ വളരെ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. അബ്ബാസ് അരക്ചിയുടെ പ്രതികരണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആക്രമണം അത് ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും കരാറിൽ നിന്ന് ഒരു പിന്മാറ്റം അത് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ മേഖല വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാം. എന്നാൽ അമേരിക്കയും ഇറാന്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും ഇത്തരമൊരു കാര്യം ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ രണ്ട് കൂട്ടരും ഒരു സമാധാന കരാറുമായി മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനത്തിലാണ്. ഈ ചർച്ചകളുടെ ഭാഗമായി പാകിസ്ഥാൻ ഈ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇസ്രായേൽ ആദ്യം മുതൽ തന്നെ ഒരു അതൃപ്തി ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചിരുന്നു. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്ന ചില പ്രതികരണങ്ങളാണെങ്കിലും ലെബനനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്താൻ നിശ്ചയിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ ആക്രമണങ്ങൾ ഇനി ഏത് ഘട്ടം വരെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതനുസരിച്ചിരിക്കും ഈ സമാധാന കരാറിന്റെ ഭാവി. ശരി, അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ലെബനിലടക്കം ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നു. ഹോർമുസിലും അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലമുണ്ട്. നമുക്ക് യുദ്ധവാർത്തകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരണം. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.